നിർവഹിക്കാതെ ഈ പരിപാടി നടത്തുവാൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ശ്രീ നൗഷാദ് പറഞ്ഞ കാര്യങ്ങൾക്ക്, ശ്രീ ഹഫീസ് പറഞ്ഞ വളരെ കൃത്യമായ കാര്യങ്ങൾക്ക് പ്രേമേന്ദ്രൻ എന്നെപ്പോഴും രാഷ്ട്രീയ ഭിന്നതയുണ്ടാവും, രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ശക്തമായി എതിർക്കും, ഞങ്ങളുടെ ബില്ലുകളെ എതിർക്കും, ഞങ്ങളുടെ ഫിനാൻസ് മിനിസ്റ്റർ അതിഘോരമായി തന്നെ എതിർക്കുമെങ്കിലും പക്ഷെ ഒടുവിൽ ഈ സംവിധാനങ്ങൾക്കെല്ലാം ഒരു ഉപയോഗപ്രദമായ പരിണാമമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു MP കൂടിയാണ് ശ്രീ പ്രേമചന്ദ്രൻ. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ എതിർപ്പെല്ലാം ഒരുപക്ഷെ ഒന്ന് ഓടി ജയിക്കുന്നതിന് വേണ്ടിയുള്ള എതിർപ്പ് മാത്രമാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒത്താണ് ഓടുന്നത്, ജയിക്കുന്നതും എല്ലാവരും ഒത്താണ് ജയിക്കുന്നത്, അത് ഈ രാജ്യമാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന വളരെ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് ശ്രീ ശശി തരൂരും അതുപോലെ തന്നെ ശ്രീ പ്രേമചന്ദ്രനും. ഇതൊന്നും ഇനി ഒരു വലിയ വിവാദമാക്കി ഇനി പ്രേമചന്ദ്രന്റെ സംഖ്യയാണ്, അരസംഖ്യയാണ്, മുക്കൽ സംഖ്യയാണ് എന്നൊന്നും പറഞ്ഞ് ആരും ആക്രമിക്കേണ്ട. ഇവിടുത്തെ ഈ ബൈപ്പാസിനെ സംബന്ധിച്ച് എത്ര വർഷമാണ് മുടങ്ങിക്കിടന്നത്? എൻ്റെ ഒരു അറിവിൽ 39 വർഷമാണ് മുടങ്ങിക്കിടന്നത്. 7-8 മന്ത്രിമാരുണ്ടായിരുന്നു UPA ഭരണകാലം, അല്ലേ? നൗഷാദിന്റെ പാർട്ടിക്കാരും 4 വർഷം അവരെ താങ്ങിയതാണ് UPA എന്ന് പറഞ്ഞു. അവസാനം ഒരു ന്യൂ ഡീലിന്റെ പേരിൽ മാത്രം 2009 വരുന്ന ഇലക്ഷന് ജനങ്ങളെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് പിന്തുണ പിൻവലിച്ച് പുറത്തു നിന്ന് പിന്തുണച്ച അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ പറയുന്ന 38 വർഷത്തിന് ശേഷം ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു. ആ ബൈപ്പാസ് തീർത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ഇരുവരി പാത മാത്രമായിരുന്നു. അല്ല, തുടങ്ങിയതെല്ലാം കറക്റ്റാ, തുടങ്ങി അത് എത്ര കാലം കിടന്നു. അപ്പോ ഇത് ഇത്രയും വർഷമെടുത്ത് ഇരുവരി പാത പൂർത്തീകരിക്കുന്നതിനും ഒരു NDA സർക്കാർ വേണ്ടി വന്നു.